പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 8 ഞായർ. പ്രധാന വാർത്തകൾ. ലോകത്തിൽ തന്നെ അപൂർവമായ ക്ലാസിക് വിന്റേജ് കാറുകളുടെ പ്രത്യേക പ്രദർശനം ഒരുക്കി വടക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ ബിദിയ ക്ലബ്ബ്. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനുമായി സഹകരിച്ച് ക്ലാസിക് കാർ റാലി സംഘടിപ്പിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40-ൽ പരം കാറുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നടന്ന ക്ലാസിക് കാർ പ്രദർശനം വീക്ഷിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തിയത്. ലോകോത്തര ബ്രാൻഡുകൾ നിർമ്മിക്കുകയും പിന്നീട് റോഡുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്ത അത്യപൂർവ കാറുകളുടെ സാന്നിധ്യം വാഹനപ്രേമികളെ ആകർഷിക്കുന്നതായി. കാർ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് വിന്റേജ് കാറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവയെ അടുത്തു കാണാനും മനസ്സിലാക്കാനും ചിത്രമെടുക്കാനുമുള്ള അവസരമായി പ്രദർശനം മാറി. ഒരു കാലത്ത് നിരത്തുകൾ അടക്കി ഭരിച്ച രാജാക്കന്മാരെ അതേ പ്രൗഢിയോടെ വീണ്ടും കാണാനായി. പഴകുന്തോറും വീര്യം കൂടുന്ന പോലെ ചിലതിനൊക്കെ മുമ്പത്തേക്കാൾ അഴകേറിയതായും പ്രദർശനം കാണാനെത്തിയവർ പറഞ്ഞു. ഒമാനിൽ സന്ദർശനത്തിനെത്തിയ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്തഹ് അൽ സീസിയുടെ പത്നി പ്രഥമ വനിതയുമായ ഇന്തിസാർ അൽ സീസി, സുൽത്താന്റെ പത്നിയും പ്രഥമ വനിതയുമായ അസയ്യിദ അഹദ് അബ്ദുള്ള ഹമദ് അൽ ബുസൈദിയുമായി സൗഹൃദ കൂടിക്കാഴ്ച നടത്തി. അൽ ആലം കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പൊതു താൽപര്യ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും സഹോദരങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ നിലവിലുള്ള മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. ഇരുവരും നാഷണൽ മ്യൂസിയവും സന്ദർശിച്ചു. ഒമാന്റെ സമ്പന്നമായ ചരിത്രം എടുത്തുകാണിക്കുന്ന മ്യൂസിയത്തിലെ പുരാവസ്തുക്കളും സ്മാരകങ്ങളും ഇന്തിസാർ അൽ സീസി വീക്ഷിച്ചു. ഫറവോനിക് കാലഘട്ടത്തിൽ ഈജിപ്തിലേക്ക് കുന്തിരിക്കത്തിന്റെ കയറ്റുമതിയുടെ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ചരിത്രപരമായ ഒമാനി ഈജിപ്ഷ്യൻ ബന്ധങ്ങൾ ഉയർത്തിക്കാട്ടി മ്യൂസിയത്തിന്റെ പഠനകേന്ദ്രം നടപ്പാക്കിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അവർ ശ്രദ്ധിച്ചു. സുൽത്താനേറ്റിൽ സന്ദർശനത്തിനെത്തിയ ഇന്തിസാറിനെ റോയൽ എയർപോർട്ടിൽ നേരിട്ടെത്തിയാണ് ഒമാന്റെ പ്രഥമ വനിത വരവേറ്റത്. കാർ പാർക്ക് ഡ്രിഫ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഒമാനി താരം അഹമ്മദ് അൽ അമ്രി കിരീടം നേടി. മസ്കത്ത് ഡ്രിഫ്റ്റ് സർക്യൂട്ടിൽ നടന്ന ആവേശം വിതറും മത്സരത്തിൽ 17 രാജ്യങ്ങളിൽ നിന്നുള്ള 28 ഡ്രൈവർമാർ മാറ്റുരച്ചു. ഒമാൻ, ഈജിപ്ത്, ലെബനൻ, ജോർദാൻ, UAE, ദക്ഷിണാഫ്രിക്ക, എസ്തോണിയ, മൗറീഷ്യസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള താരങ്ങളെ പിന്നിലാക്കിയാണ് അഹമ്മദ് അൽ അമ്രി തിളക്കമാർന്ന നേട്ടം സ്വന്തമാക്കിയത്. സുൽത്താനേറ്റിനെ ആത്യന്തികമായി ആഗോള ഡ്രിഫ്റ്റ് മേഖലയാക്കി മാറ്റുന്നതായിരുന്നു ഓരോ മത്സരങ്ങളും. കേരള സർക്കാർ ആവിഷ്കരിച്ചു നടപ്പിലാക്കിയിരിക്കുന്ന വളരെ പ്രയോജനപ്രദമായ ഒരു സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് കേരളം പ്രവാസി ക്ഷേമനിധി. സമൂഹത്തിൽ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ഉള്ളവർക്ക് ഇത്തരം പെൻഷൻ പദ്ധതികളുടെ സുരക്ഷ ആവശ്യമില്ല. എന്നാൽ സാധാരണ പ്രവാസികൾക്ക് ഇത് വളരെ ആവശ്യമാണ് താനും. എന്നാൽ ഇത്തരം പ്രവാസികൾ അതിന്റെ പ്രയോജനങ്ങളെപ്പറ്റി അറിയാത്തതുകൊണ്ടും അല്ലെങ്കിൽ പിന്നീട് അംഗമാകാം എന്ന് തീരുമാനിക്കുന്നത് കൊണ്ടും ഈ പെൻഷൻ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നാണ് സംശയം. ഇതിൽ അംഗത്വം എടുക്കാൻ വളരെ എളുപ്പമാണ്. ഓൺലൈൻ ആയി ഒരു 10 മിനിറ്റിൽ അംഗത്വം എടുക്കാം. ഒമാനി ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിന്റെ എല്ലാ ശാഖകളിലും അംഗത്വമെടുക്കാനും വരിസംഖ്യ അടയ്ക്കാനുമുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ആദ്യ പേജിന്റെയും അവസാന പേജിന്റെയും കോപ്പി, റെസിഡൻസ് കാർഡ് കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ ഒപ്പിന്റെ മാതൃക എന്നിവയാണ് ഓൺലൈനായി അപേക്ഷിക്കാൻ വേണ്ടത്. രേഖകൾ സ്വയം സാക്ഷ്യപ്പെടുത്തി സ്കാൻ ചെയ്ത് ബോർഡിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. 200 രൂപ അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷാ ക്ഷേമനിധി അധികാരികൾ അംഗീകരിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും അംഗത്വ കാർഡും ഓൺലൈൻ ആയി ലഭിക്കും. ഇത് കിട്ടിയാൽ ഉടനെ തന്നെ വരിസംഖ്യ അടയ്ക്കുക. വാർഷിക വരിസംഖ്യ അടയ്ക്കേണ്ടത് 4200 രൂപയാണ്. മുൻകൂറായി വരിസംഖ്യ അടയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്. മേൽപ്പറഞ്ഞ രേഖകളുമായി ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിൽ പോയാൽ അവർ ഇതെല്ലാം ഉപഭോക്താക്കൾക്കായി ചെയ്തു തരും. 18-നും 60-നും ഇടയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കാണ് ഇതിൽ അംഗത്വം ലഭിക്കുക. 60 വയസ്സിൽ പെൻഷൻ കിട്ടാൻ തുടങ്ങും. 60 വയസ്സിൽ ചേരുന്നയാൾക്ക് 65 വയസ്സിൽ പെൻഷൻ കിട്ടിത്തുടങ്ങും.
പെൻഷൻ കിട്ടാൻ കുറഞ്ഞത് 5 വർഷം എങ്കിലും മുടങ്ങാതെ തവണ അടച്ചിരിക്കണം. 3500 രൂപയാണ് മിനിമം പെൻഷൻ. 5 വർഷത്തിൽ കൂടുതൽ അടച്ചതിനു അധിക ഓരോ വർഷത്തിനും 3% പെൻഷൻ കിട്ടും. പരമാവധി നിലവിൽ 7000 രൂപയാണ് പെൻഷൻ. പെൻഷന് പുറമെ നിരവധി ആനുകൂല്യങ്ങൾ ക്ഷേമനിധി വ്യവസ്ഥകൾക്ക് വിധേയമായി കൊടുക്കുന്നുണ്ട്. ചികിത്സാ ധനസഹായം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, അവശതാ പെൻഷൻ, അംഗവൈകല്യ സഹായം, അപകടമരണ സഹായം, ഭവന വായ്പാ സബ്സിഡി, സ്ത്രീ അംഗങ്ങൾക്ക് പ്രസവാനുകൂല്യം, ഫാമിലി പെൻഷൻ തുടങ്ങിയവയാണ് ഇത്തരം നിരവധി ആനുകൂല്യങ്ങൾ നൽകിയിട്ടും പ്രവാസികൾ ഈ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാത്തത് കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് പറയാതെ വയ്യ. 55-ാം വയസ്സിൽ ഈ പദ്ധതിയിൽ ചേരുന്ന ആൾക്ക് 5 വർഷം കൊണ്ട് അടയ്ക്കുന്ന തുക 21,000 ആണ്. എന്നാൽ 60 വയസ്സ് മുതൽ മാസം പെൻഷൻ 3,500 രൂപയാണ് ലഭിക്കുക. അതായത് ഒരു വർഷം 42,000 രൂപ. അല്ലെങ്കിൽ 50 വയസ്സിൽ അംഗമാകുന്ന ഒരാൾ അടയ്ക്കുന്നത് 42,000 രൂപയാണ്. പ്രതിമാസ പെൻഷൻ 4,000 രൂപയ്ക്ക് മുകളിൽ, അതായത് വാർഷികമായി ഏകദേശം 50,000 രൂപ. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പെൻഷൻ പദ്ധതി ഉള്ളതായി അറിയില്ല. കൂടുതൽ കാലം വരിസംഖ്യ അടക്കുന്ന ആൾക്കും കൂടുതൽ പെൻഷൻ കിട്ടും. അതായത് നിലവിൽ 7,000 രൂപ വരെ മാസം പെൻഷൻ കിട്ടാം. കാലോചിതമായി പെൻഷൻ പരിഷ്കരിക്കുമ്പോൾ അതിന്റെ ആനുകൂല്യവും കിട്ടാവുന്നതാണ്. മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് സാധാരണ പ്രവാസികൾ നിർബന്ധമായും ക്ഷേമനിധിയിൽ അംഗങ്ങളാകണമെന്ന് താൽപര്യപ്പെടുന്നു. ജീവിത സായാഹ്നത്തിൽ പനിക്കൊരു മരുന്ന് വാങ്ങാൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ ഇടയാകാതെ ഇത്തരം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ അംഗമായി സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം മടികൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഇല്ലാതാക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് പ്രവാസികളുടെ അവകാശമാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ദോഫാറ്റ് ഗവർണറേറ്റിൽ സംഘടിപ്പിച്ച ഫ്രാങ്കി സൺസ് ഫെസ്റ്റിവലിന് സമാപനം. നവംബർ 27-ന് ആരംഭിച്ച ഫെസ്റ്റിവൽ ഡിസംബർ 6 വരെ തുടർന്നു. 11 ദിവസങ്ങളിലായി അരങ്ങേറിയ ഫെസ്റ്റിവലിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. ലാൻഡ് ഓഫ് ഫ്രാങ്കിൻസൻസിലെ അൽ ഖലീദ് ആർക്കിയോളജിക്കൽ പാർക്ക്, സംഹറം ആർക്കിയോളജിക്കൽ പാർക്ക്, വാദി താഖ നേച്ചർ റിസർവ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. ബോട്ടിംഗ്, ഭക്ഷ്യമേള തുടങ്ങിയ വ്യത്യസ്തങ്ങളായ അനുബന്ധ പരിപാടികളാണ് അരങ്ങേറിയത്. കുന്തിരിക്ക കേന്ദ്രങ്ങളുടെ ചരിത്രപരമായ സവിശേഷതകളും മറ്റും ഉയർത്തിക്കാട്ടുകയായിരുന്നു മേളയുടെ ലക്ഷ്യം. മസ്കത്ത് മർത്തഷ് മുനി യാക്കോബായ സുറിയാനി പള്ളി സംഘടിപ്പിച്ച ഇന്റർ ചർച്ച് ക്രിസ്തുമസ് കരോൾ ഗാന മത്സരം ഹലോൽ 2024 മത്തഷ് മുനി പള്ളിയിൽ വെച്ച് നടന്നു. സുറിയാനി സഭയുടെ അനുഗ്രഹീത ഗായകൻ സേവേറിയോസ് തോമസ് അച്ഛൻ മുഖ്യ വിധികർത്താവായി നടന്ന മത്സരത്തിൽ വിവിധ സഭകളിലെ 10 ഗായക സംഘങ്ങളിലായി 250-ലേറെ ഗായകർ പങ്കെടുത്തു. മത്സരത്തിൽ 3-ാം സ്ഥാനം റൂവി സെന്റ് മേരീസ് യാക്കോബായ പള്ളിയും യഥാക്രമം 2-3 സ്ഥാനങ്ങൾ സുഹാർ സെന്റ് തോമസ് മാർത്തോമ പള്ളിയും റൂവി സെന്റ് പീറ്റർ സെന്റ് പോൾ കത്തോലിക്ക പള്ളിയും കരസ്ഥമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.